നോക്കുന്നില്ല എന്ന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം 978 പേർക്ക് വിധവാ പെൻഷൻ കൊടുത്തു കേരളത്തിൽ. 977 മുസ്ലിങ്ങളും ഒരു ക്രിസ്ത്യാനിയും. ഇതെന്താ, ഹിന്ദു സ്ത്രീകളെല്ലാം ദീർഘസുമംഗലികളായിട്ടാണോ കഴിയുന്നത് കേരളത്തിൽ? ഒരൊറ്റ വിധവ പോലും ഇല്ലേ? വെറുതെ കണക്കുകളൊക്കെ വിശദീകരിക്കുന്നത്. അതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏത് ആൾക്കും കിട്ടാത്ത ആളുകൾക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമില്ലേ? അത് ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾക്കും അവകാശമുണ്ടല്ലോ. അതൊന്നും ഇതുവരെ പരാതിയായി പറയാതെ ഇതൊരു ഹിന്ദു വിരുദ്ധതയാണ് എന്ന് എങ്ങനെയാണ് വിധവാ പെൻഷന്റെ കണക്കെടുത്ത് വെച്ച് താങ്കൾ പറയുന്നത്? ഡോക്ടർ ലാൽ, നമ്മളെ 10 പറ അരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 2 പേർക്ക് ഞെക്കി നോക്കിയാണ് വെന്തോന്ന് നോക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ആ പത്രങ്ങളിലും മാസികകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കിടപ്പുണ്ട്. ഞാനതൊക്കെ വാരി മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്. ഇതിന്റെ എന്ത് ആധികാരികതയാണ്? ബഹുമാന്യനായ ശ്രീ ടി ജി മോഹൻദാസിനോട് വിനയപൂർവ്വം ചോദിക്കട്ടെ, ഇത് എന്ത് ആധികാരികത? എവിടെ നിന്നാണ് ഈ കണക്ക് താങ്കൾക്ക് ലഭിച്ചത്? മാഡം, ഹിന്ദു പത്രത്തിൽ വന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദു പത്രം BJP-യുടെ ഒന്നും അല്ലല്ലോ, ജന്മഭൂമിയിലെ കണക്കല്ല. എന്നാണ് ഞങ്ങൾക്ക് കൂടി ഒന്ന് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിപ്പോ എന്റെ മൊബൈലിലുണ്ട്, ഞാൻ അങ്ങോട്ട് ഫോർവേഡ് എന്നാണ് ഈ ചർച്ചയിലൂടെ താങ്കൾ ഒന്ന് വ്യക്തമാക്കി. ഞാൻ മാഡത്തിന്റെ ഇമെയിലിലേക്ക് എനിക്ക് അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്റെ അഭിപ്രായം. മാഡത്തിന്റെ ഇമെയിലിലേക്ക് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. അല്ല, താങ്കൾ ഹിന്ദു പത്രത്തെ വിശ്വസിച്ചാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതെങ്കിൽ ഹിന്ദു പത്രത്തിൽ തന്നെ ഈ കർണാടകത്തിലെ കൽബുർഗിയെ വധിച്ചതിനെ കുറിച്ചുള്ള ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഹരിയാനയിലും മറ്റിടത്തും ഒക്കെ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് അയച്ചു തരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഡേറ്റ് ഉൾപ്പെടെ ഞാൻ പറയാം. ഡേറ്റ് എങ്കിലും ഒന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. ഒരു കോട്ട് ചെയ്ത് പറയുമ്പോൾ അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കേണ്ടേ? അല്ല, ഞാൻ കോട്ട് ചെയ്തല്ല. നിങ്ങൾ സോഴ്സ് ചോദിച്ചു, ഞാൻ സോഴ്സ് പറഞ്ഞു. ഞാനത് വെളിപ്പെടുത്താനും തയ്യാറാണ്. ഇപ്പൊ ഈ ഏടാകൂടെ എന്റെ ചെവിയിൽ എന്റെ മൊബൈലിൽ നിന്ന് ഇപ്പൊ ഞാനത് എടുത്ത് കാണിക്കാൻ തയ്യാറാണ്. പാടുണ്ടോ? മതേതര രാഷ്ട്രത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ എന്റെ കൈകൾ കൊണ്ട് എന്റെ നാട്ടിലെ എത്രയോ പേർക്ക് അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ജാതി കണ്ടില്ല, മതം കണ്ടില്ല, എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു. ബിന്ദു കൃഷ്ണ, അതെ, എല്ലാ ജാതിക്കാരും അപേക്ഷിച്ചു, കിട്ടിയത് ഇവർക്കാണ്. ഇത് ലീഗലി ചലഞ്ച് ചെയ്യാനും പറ്റില്ല. കാര്യം എന്താണെന്നറിയാമോ? ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അവരങ്ങ് തീരുമാനിച്ചു. അതിൽ മതമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ശ്രീ ടി ജി മോഹൻദാസ്, വിധവകൾ എന്ന് പറയുന്നത് ആരെയാണെന്ന് അറിയാമല്ലോ. ഒരുപക്ഷെ ഈ അപേക്ഷിച്ചവരിൽ കൂടുതൽ വിധവകളായിട്ടുള്ളത് മറ്റേ ഭാഗത്തായിരിക്കാം. ഈ ചർച്ചയിൽ താങ്കൾ അടുത്ത മറുപടി പറയുന്നതിന് മുമ്പ് ആ ഡേറ്റ് ഒന്ന് നോക്കി പറഞ്ഞു തന്നാൽ ഞങ്ങൾ കൂടെ ഒന്ന് വിശ്വസിക്കാം. തീർച്ചയായിട്ടും അങ്ങേക്ക് അത് നോക്കണമെങ്കിൽ ആ ലിങ്ക് നോക്കാൻ ഞാൻ സമയവും തരാം. ടി ജി മോഹൻദാസ്, താങ്കൾ ആ ഒരു ലിങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാകും, ആ ഡേറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഇവിടെ അതിഥികൾ കരുതുന്നത്. അത് ഉണ്ടെങ്കിൽ അതുകൂടി താങ്കൾക്ക് വ്യക്തമാക്കാം. ഡോക്ടർ ലാൽ, എനിക്കിവിടെ റേഞ്ച് കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയ SMS അനുസരിച്ച് അത് സെപ്റ്റംബർ 23 ഹിന്ദു പത്രത്തിലാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 23. അത് ഞാൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. ഞാൻ ഇതിന്ന് ഒളിച്ചോടുകയല്ല. അതെ 2014 സെപ്റ്റംബർ 23. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ലിങ്ക് തന്നെ അതുകൊണ്ട് ഞാൻ വേറൊരാളിൽ നിന്ന് SMS വാങ്ങിച്ചതാണ്. ദർ കുഡ് ബി എ മിസ്റ്റേക്ക്. 23 ആണെന്നാണ് എനിക്ക് കിട്ടിയ SMS. നിർഭാഗ്യവശാൽ ഇവിടെ റേഞ്ച് ഇല്ല, അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ തന്നെ ഉണ്ടത്. ഞാൻ മരത്തിന് ലിങ്ക് അയച്ചു തരാം. പക്ഷപാതമാണല്ലോ ഇതിനകത്ത് വിഷയം. ഇത്ര 2014 15 2014 15 ഇപ്പൊ കഴിഞ്ഞ മാസം. അപ്പൊ 2015 തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത ശ്രീ ടി ജി മോഹൻദാസിന് തന്നെ വരുത്തിയിട്ട് അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത് അടുത്ത ചർച്ചകളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ടി ജി മോഹൻദാസ്, എന്തായാലും